നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും നാണം കെട്ട് തോറ്റ് തുന്നം പാടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇറാനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല ഇത്. ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോൾ അവർ വിജയിച്ച് നിൽക്കുകയാണ് എന്ന് പറയാനും മാത്രം ഉള്ള ഒരു വിഡ്ഢിയല്ല. അങ്ങനെ ഒരു ആത്മരതി ഒരിക്കലും എനിക്ക് ആവശ്യവുമില്ല. റിയാലിറ്റി പറയാൻ മാത്രമേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ പരമാവധി റിയാലിറ്റി പറഞ്ഞ് സത്യാവസ്ഥ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും സന്തോഷിപ്പിക്കാനോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വികാരം കൊള്ളാനോ ഒന്നുമല്ല. കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കൈയടിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷം എനിക്കുണ്ടാവില്ല. പക്ഷേ സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു ജനത ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതെന്നെ സന്തോഷിപ്പിക്കും. വിഡ്ഢികളായിട്ട് ജീവിക്കുന്ന ജനതയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്, ലോക പോലീസ് എന്ന് സ്വയം വിളിക്കുന്ന അമേരിക്കയും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേലും ഇറാൻ്റെ മുമ്പിൽ തോറ്റ് തുന്നം പാടി നിൽക്കുകയാണ്. അതിൻ്റെ 3 വ്യക്തമായ തെളിവുകൾ നിങ്ങളും ഇതിനോടകം കണ്ടു മനസ്സിലാക്കിയതാണെങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചത്? ഇറാൻ ഒരു ഗുണ്ടാ രാജ്യമാണ്. മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഭീഷണിയാണ്. അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതുണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ എല്ലാ രാജ്യങ്ങളെയും അതിട്ട് കൊല്ലും, അല്ലെങ്കിൽ നശിപ്പിക്കും. അപ്പോൾ അത്തരത്തിൽ ലോകത്തിന് മുഴുവൻ ഭീഷണിയായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് വ്യാജമായിട്ട് പ്രചരിപ്പിച്ച് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആയത്തുള്ള അലി ഖമനേയാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ, ഇതിൻ്റെ എല്ലാം മാണിക്കല്ല് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്താനായിട്ടാണ് ശ്രമിച്ചത്. എന്നിട്ട് അവരദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇറാൻ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ്. അവരൊരു ഗുണ്ടാ രാജ്യമാണ്. അതുകൊണ്ട് അവരെ അടിച്ചമർത്തേണ്ടത് അനിവാര്യമാണ്. ആയത്തുള്ള അലി ഖമനേയാണ് അതിൻ്റെ പിന്നിലെ ചാണക്യൻ. അതുകൊണ്ട് അയാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഭരണം മാറും. ഭരണം മാറിക്കഴിഞ്ഞാൽ ഇറാൻ പിന്നെ സാധാരണ മറ്റ് രാജ്യങ്ങളെപ്പോലെ ഒരു രാജ്യമായിട്ട് മാറും. ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ യുദ്ധത്തിന് പോയത്. അപ്പോൾ ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം ഇറാനിലെ ഭരണം മാറ്റുക എന്നതായിരുന്നു, റിജൈം ചേഞ്ച്. അതിന് അവർ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോഴാണ് ഇസ്രായേലും അമേരിക്കയും നേരിട്ടിരിക്കുന്ന പരാജയത്തിൻ്റെ വ്യാപ്തി, വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ആയത്തുള്ള അലി ഖമനൈ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന കോലാഹലങ്ങളൊന്നും തന്നെ നമ്മൾ കാണുമായിരുന്നില്ല. ഇറാൻ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളെ നാളിതുവരെ ആക്രമിച്ചിട്ടില്ല. നമുക്കറിയാം, ആയത്തുള്ള അലി ഖമനൈ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളെയോ അയൽ രാജ്യങ്ങളെയോ ആക്രമിച്ചിട്ടില്ല. ഇറാൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം ഹൂതികളെയും ഹിസ്ബുള്ളയും ഒക്കെ ഉണ്ടാക്കിയത്. ഇങ്ങോട്ട് ആക്രമണം വന്നു കഴിഞ്ഞാൽ തിരിച്ചാക്രമിക്കാൻ വേണ്ടി മാത്രം. ഒരിക്കലും കരുത്ത് കാട്ടി എങ്ങോട്ടെങ്കിലും കയറിക്കൂടി മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇറാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. ഇറാൻ്റെ സംസ്കാരത്തിൽ, ഇറാൻ്റെ പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. അമേരിക്കയെ പോലെയുള്ള നാറിക്കൊഴുത്ത രാജ്യങ്ങളാണ് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി, അതായത് ദുർബല രാജ്യങ്ങളെ. കരുത്തുറ്റ രാജ്യങ്ങളോട് അതൊന്നും ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല, പേടിയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടാണ്, റഷ്യയിൽ നിന്നും ഒരു ടാങ്കർ നിറച്ച് എണ്ണ ക്യൂബയിലേക്ക് പോയി. അങ്ങോട്ട് എണ്ണ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും എന്നൊക്കെ അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്നു. റഷ്യ പറഞ്ഞ് ഇടപെട്ടോ, ഇതേ പോവാണ് സാധനം. പോയി. അമേരിക്കൻ നേവിക്ക് ആ റഷ്യൻ കപ്പലിനെ നോക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. കാര്യം നോക്കിക്കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത വെനസ്വല പോലെയുള്ള, ക്യൂബ പോലെയുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ മേൽ ചെന്നിട്ട് ഗുണ്ടായിസം കാണിക്കുകയാണ് ലോക പോലീസായിട്ടുള്ള അമേരിക്ക. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ വൃത്തികെട്ട രീതിയൊന്നും ഇറാനില്ല. അവർ നല്ല സാംസ്കാരിക പൈതൃകമുള്ളവരാണ്. മറ്റുള്ള രാജ്യങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. അവർക്ക് സ്വയംഭരണാവകാശം ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യമല്ല ഇറാൻ. അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖമനൈ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴടക്കി തങ്ങളുടെ ഭാഗമാക്കാൻ പറ്റുമായിരുന്നിട്ടും അങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ
കാര്യങ്ങളൊക്കെ തങ്ങളുടെ വഴിക്ക് വരുമെന്ന് ഈ പൊട്ടൻ, സത്യം പറഞ്ഞാൽ ഭൂലോക പൊട്ടനായിട്ടുള്ള ട്രംപും അതിനേക്കാൾ ഭൂലോക പൊട്ടനായിട്ടുള്ള നെതന്യാഹുവും ചിന്തിച്ചു. അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇവർ കരുതിയത് ഇറാൻ ഒരു തേനീച്ചക്കൂടാണെന്നാണ്, അല്ലെങ്കിൽ ഒരു ഉറുമ്പിൻ കൂടാണെന്നാണ്. ഇപ്പോൾ ഉറുമ്പിൻ്റെ രാജാവിനെയോ റാണിയോ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നാലെ മറ്റുറുമ്പുകൾ പോകും. തേനീച്ചയുടെ റാണിയെ പിടികൂടി കഴിഞ്ഞാൽ ബാക്കി തേനീച്ചകൾ പിന്നാലെ ചെല്ലും. നേതാവിനെ കൈ കിട്ടിയാൽ മതി. പക്ഷേ ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇറാൻ ഇത് രണ്ടുമല്ല. ഇറാൻ ഒരു കടുവാക്കൂട്ടമാണ്. അവിടെ ഒരു കടുവ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 100 കഴുതകളല്ല, 1000 കടുവകളാണ്. അവിടെ കടുവകൾ മാത്രമേ ഉള്ളൂ. അക്കൂട്ടത്തിൽ അവരെ ഭംഗിയായിട്ട് മേയിച്ചുകൊണ്ട് പോയ ഒരു വലിയ ആചാര്യനായിരുന്നു അലി ഖമനേയി. അദ്ദേഹം പോയതോടുകൂടി ഈ കടുവകളെല്ലാം സ്വതന്ത്രരായി. ഇപ്പം നമ്മൾ എന്താണ് കാണുന്നത്? തലങ്ങും വിലങ്ങും മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാൻ. അമേരിക്ക അവരുടെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ടിട്ടില്ല. കാരണം ഇവർ ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് അവിടെ താവളങ്ങൾ ഉണ്ടാക്കി ആ രാജ്യങ്ങൾക്കെല്ലാം കപട വാഗ്ദാനം കൊടുത്തിരുന്നു, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. ഒടുവിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ അമേരിക്കക്കാരൻ്റെ താവളങ്ങളെ സംരക്ഷിക്കേണ്ട ഗതികേടുണ്ടായി. ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പ്രശ്നമുണ്ടായത് IRGC ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചതുകൊണ്ടല്ല, മറിച്ച് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ താവളങ്ങളെ, മിഡിൽ ഈസ്റ്റിലുള്ള ഏത് അമേരിക്കൻ താവളങ്ങളെ, ഞങ്ങളുടെ റീച്ചിൽ വരുന്ന ഏത് അമേരിക്കൻ താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. അത് ഏത് രാജ്യമെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ റീച്ചിൽ അത് വരുമെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും. നമ്മുടെ രാജ്യത്ത് ഭാഗ്യവശാൽ അമേരിക്കൻ താവളം ഇല്ലാതെ പോയി, ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തേക്കും ഇറാൻ്റെ മിസൈൽ വന്നേനെ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇറാൻ അത് പറഞ്ഞിരുന്നതാണ്. അമേരിക്കയ്ക്ക് നിങ്ങൾ താവളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആക്രമണം അവിടേക്കുണ്ടാകും. അതുകൊണ്ട് ഇറാൻ ആക്രമിച്ചത് ഒരിക്കലും അതാത് രാജ്യങ്ങളെ അല്ല. എന്നാൽ ഞാൻ പറയുകയാണ്, ആയത്തുള്ള അലി ഖമനേയി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതുപോലും അനുവദിക്കില്ലായിരുന്നു. 100% ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ ആക്രമിക്കേണ്ട, പകരം നിങ്ങൾ ഇസ്രായേലിനെ അടിച്ച് നിരപ്പാക്കാൻ അദ്ദേഹം പറഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ കാണത്തില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ ശ്രമമായിട്ടുള്ള റിജൈം ചേഞ്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടുത്തെ മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞതോടുകൂടി അവർക്ക് തന്നെ വളരെ വലിയ വിനയായിട്ട് മാറി. അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കടന്നൽ കൂട്ടിൽ കല്ലെടുത്ത് എറിഞ്ഞതിനേക്കാളും ഭീകരമായ അവസ്ഥയിലായി കാര്യങ്ങൾ. ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ഉൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ട് അന്ന് അത് ചെയ്തത് വലിയ മണ്ടത്തരമായി പോയെന്ന്. കാരണം ഖമനേയി ഉണ്ടായിരുന്നെങ്കിൽ ട്രംപ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് അംഗീകരിക്കുമായിരുന്നു. കഴിഞ്ഞ തവണ 12 ദിവസത്തെ യുദ്ധം നടത്തിക്കഴിഞ്ഞപ്പോൾ അവസാനം ട്രംപ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു യുദ്ധം നിർത്തണം. അദ്ദേഹം കേട്ടു. അദ്ദേഹം വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് യുദ്ധം ചെയ്തുകൊണ്ട് ലോകം നശിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള വളരെ നല്ലവനായ ഒരു വ്യക്തിയെ ഇവർ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്തപ്പോൾ അതിൻ്റെ പ്രതികാരക്കലിയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഇളക്കി ആറാടുകയാണ് ഇറാൻ. അതാണ് അമേരിക്കയും ഇസ്രായേലും റിജൈം ചേഞ്ചിലൂടെ നേടിയ നേട്ടം. രണ്ടാമതവരുടെ ലക്ഷ്യം എന്തായിരുന്നു? രണ്ടാമതവരുടെ ലക്ഷ്യം ഇറാൻ്റെ സൈനിക ശേഷി ഞങ്ങൾ തകർക്കും. സൈനിക ശേഷി തകർക്കും. അവരുടെ ന്യൂക്ലിയർ ബോംബുണ്ടാക്കാനുള്ള എല്ലാ കഴിവുകളും ഞങ്ങൾ നശിപ്പിക്കും. എത്ര മനോഹരമായ സ്വപ്നമാണെന്ന് നോക്കണം. ഇറാൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ തകർക്കാൻ അമേരിക്കയ്ക്കെന്നല്ല ഒരാൾക്കും പറ്റില്ല. അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? അവരിതൊക്കെ മുൻകൂട്ടി കണ്ടവരാണ്. അവർ പർവ്വത മേഖലകളിലാണ് അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പർവ്വതങ്ങളുടെ അടിയിൽ പാറകൾക്ക് താഴെ 100-140 അടി താഴെയാണ് ഇവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ. അമേരിക്കയുടെ കയ്യിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടുവന്ന് ഒരു 100 ഇട്ടാൽ പോലും അവിടം വരെ എത്തില്ല. കുറച്ച് കല്ലൊക്കെ പൊട്ടും, മുകളിലേക്ക് കുറേ പാറകളൊക്കെ പൊട്ടിച്ചു കൊടുക്കുക. അതവർക്ക് സൗകര്യമാണ്, അവർക്ക് എടുത്ത് എന്തെങ്കിലുമൊക്കെ ബിൽഡിങ് പണിയാം. പക്ഷേ ഈ സാധനം അടിയിൽ ചെല്ലത്തില്ല. ഈ നിമിഷം വരെ ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് യാതൊരു വിധമായിട്ടുള്ള തകരാറും വരുത്താൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല. വെറുതെ ഗീർവാണമടിച്ച് ഞങ്ങളത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ, അങ്ങനെ പറഞ്ഞ് സ്വയം തൃപ്തിപ്പെടുന്നതല്ലാതെ അവർക്ക് ഒരു ഗ്രാം യുറാനിയം പോലും നശിപ്പിക്കാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നാശനഷ്ടം വരുത്താനോ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഈ പ്ലാന്റുകളുടെ പുറമെ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറേ പാറകൾ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യമാണ്. കാരണം അവർക്ക് അവിടെ ഇനിയിപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. ഈ പാറകളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് വീടും കെട്ടിടങ്ങളൊക്കെ വീണ്ടും പണിയാം. തകർത്ത കെട്ടിടങ്ങളൊക്കെ പകരം പണിയണമല്ലോ. പിന്നെ അവർ പറഞ്ഞത് ഞങ്ങൾ ഇവരുടെ ആയുധശേഷി സമ്പൂർണ്ണമായിട്ടില്ലാതാക്കും. അതേക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല.
കഴിഞ്ഞ യുദ്ധം നടന്നപ്പോൾ, അതായത് 12 ദിവസം യുദ്ധം നടന്നപ്പോൾ ഇസ്രായേൽ കൂടെ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ അവരുടെ മിസൈൽ ലോഞ്ചറുകൾ മൊത്തം തകർത്ത്, ഇനിയിപ്പോൾ ഒരു 5% അങ്ങാണ്ട് ഉള്ളു ബാക്കി, അത് വെച്ചോണ്ടുള്ള കളിയേ ഉള്ളൂ. ഇന്നലെയും കൂടി 7 or 8 ക്ലസ്റ്റർ മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ചെന്നത് ഇറാനിൽ നിന്ന്. അവിടെ നിരന്തരമായിട്ട് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മിസൈൽ ലോഞ്ചറുകളൊക്കെ ഞങ്ങൾ തകർത്തു എന്നവർ പറയുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ഇറാൻ അങ്ങോട്ട് മിസൈൽ അയച്ചു, ഇറാൻ ഗൾഫിലേക്ക് മിസൈൽ അയച്ചു, ടെലവീവിലേക്ക് അയച്ചു. അപ്പോൾ അവരുടെ മിസൈൽ ലോഞ്ചറുകളെയോ മിസൈലുകളെയോ തകർക്കാൻ ഈ നിമിഷം വരെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല. ഒരുപാട് കബളിപ്പിക്കൽ ഇറാൻ നടത്തുന്നുണ്ട്. അതായത് ഇവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അവർ 3D ഒക്കെ ഉപയോഗിച്ച് പ്രദർശിപ്പിച്ച് ഈ പൊട്ടന്മാർ അത് ഫാക്ടറിയാണ്, അത് മിസൈൽ ലോഞ്ചറുകളാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് കുറേ ബോംബിടും. അവിടെ സത്യം പറഞ്ഞാൽ ഒന്നും കാണില്ല. ഇത് ചെയ്തിട്ടാണ് ഇവരൊന്ന് അവകാശവാദം പറയും, ഞങ്ങൾ ഇന്നടത്ത് ചെന്നിട്ട് അവരുടെ മിസൈൽ ലോഞ്ചറുകൾ തകർത്ത്. യഥാർത്ഥത്തിൽ ഇറാൻ്റെ മിസൈൽ ലോഞ്ചറുകൾ മുഴുവൻ അണ്ടർഗ്രൗണ്ടിലാണ്. അത് എവിടേക്കാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ. ട്രക്കുകളിലാണ് അവർ മിസൈൽ ലോഞ്ചറുകൾ വെച്ചിരിക്കുന്നത്. ഈ ട്രക്കുകൾക്ക് ഇറാൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. അവർ എപ്പോഴാണോ മിസൈൽ വിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ട്രക്കുകൾ പുറത്തു വരും ലോഞ്ചറുകളുമായിട്ട്. പുറത്തു വന്നിട്ട് ഏത് സ്ഥലത്ത് വെച്ചാണോ അവർക്ക് വിക്ഷേപിക്കേണ്ടത് അവിടെ വെച്ച് അവർ വിക്ഷേപിക്കും. വിക്ഷേപിച്ച ശേഷം ട്രക്കുകൾ വീണ്ടും അണ്ടർഗ്രൗണ്ടിലേക്ക് കയറും. അതുകൊണ്ടാണ് ഈ നിമിഷം വരെയും ഇറാൻ്റെ മിസൈൽ ലോഞ്ചറുകളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്, ചെയ്യാനൊട്ട് പറ്റുകയുമില്ല. കാരണം അത് എവിടെയാണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. അതുവല്ലതും കണ്ടുപിടിക്കാനായിട്ട് അവരൊരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആ പാവപ്പെട്ട പട്ടാളക്കാരെ ഞങ്ങളുടെ സ്രാവുകൾക്ക് തീറ്റയായിട്ടിട്ട് കൊടുക്കും. പണ്ട് ജോസ് പ്രകാശ് പറഞ്ഞതുപോലെ. ജോസ് പ്രകാശ് സിനിമയിലാണ് പറഞ്ഞത്, ഇറാൻ റിയാലിറ്റിയിൽ പറയുകയാണ് അവരത് ചെയ്യും. അവിടെ ചെന്ന് അമേരിക്കൻ പട്ടാളക്കാർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവന്മാരുടെ ശരീരങ്ങൾ പേർഷ്യൻ ഗൾഫിലെ തിമിംഗലങ്ങളും സ്രാവുകളും തിന്ന് തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ അത്രയേറെ ചതിക്കുഴികൾ ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിൻ്റെ മൂർധന്യത്തിലേക്ക് അതോടെ കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ 2 കാര്യങ്ങളും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, 2 കാര്യങ്ങളിലും അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു യുദ്ധം നടത്തുമ്പോൾ അവിടെ എത്ര പേര് മരിച്ചു, ഇവിടെ എത്ര പേര് മരിച്ചു, അവിടെ എത്ര കെട്ടിടം തകർന്നു, ഇവിടെ എത്ര കെട്ടിടം തകർന്നു എന്നതല്ല കണക്ക്. അങ്ങനെ നോക്കിയാൽ പോലും, അതായത് ഇൻഫ്രാസ്ട്രക്ചറുകളുടെ തകർച്ച നോക്കിയാൽ പോലും ശരി, ഇറാനാണ് ഏറ്റവും കൂടുതൽ അത് തകർത്തിരിക്കുന്നത്. ഇറാനിലുള്ള കുറേ പഴയ കെട്ടിടങ്ങൾ മാത്രമാണ് ഇവന്മാർക്ക് തകർക്കാൻ പറ്റിയത്. എന്നാൽ അമേരിക്കയുടെ മർമ്മപ്രധാന സൈനിക കേന്ദ്രങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചത്. ഇസ്രായേലിൽ എത്ര കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പോലും നമ്മുടെ മുമ്പിൽ വരുന്നില്ല. അവിടെ ആളുകൾ സ്ഥിരമായിട്ട് മാളങ്ങളിൽ കഴിയുകയാണ്. മാളങ്ങളിലാണ്. അവിടെ ഇപ്പോൾ മാളങ്ങളിൽ പണിഞ്ഞിരിക്കുന്ന ആശുപത്രികൾക്ക് വളരെ വലിയ പ്രശ്നം നേരിടുന്നു, ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷനിലെ ഭയങ്കരമായ തിരക്കാണ് അവിടെ. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഞാൻ ഇന്നലെ ഒരു വാർത്തയിൽ വായിച്ചു. നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും ഉൾപ്പെടെ എപ്പോഴും മാളങ്ങളിലാണ്. എന്നാൽ ഇറാനിലെ ജനങ്ങൾ മാളങ്ങളിലല്ല ജീവിക്കുന്നത്. അവർ സ്വതന്ത്രരായിട്ട് അവർ റോഡിലിറങ്ങി നടക്കുന്നു. ആയത്തുള്ള അലി ഖമനി ഒരിക്കലും ബങ്കറിൽ ജീവിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഏത് സമയത്തും ഞാൻ കൊല്ലപ്പെട്ടോട്ടെ, ഞാനൊരു രക്തസാക്ഷിയാവാൻ തയ്യാറാണ്. അദ്ദേഹം ഓപ്പണായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരാക്രമിച്ചത്. അദ്ദേഹം പേടിച്ച് മാളത്തിൽ കഴിഞ്ഞിട്ടില്ല. പേടിച്ച് 100 കൊല്ലം മാളത്തിൽ കഴിയുന്നതാണോ ധൈര്യമായിട്ട് ഒരു ദിവസം നമ്മുടെ സ്വന്തം വീട്ടിൽ കഴിയുന്നതാണോ നല്ലത്? അതാണ് ഇറാനികളുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും അമേരിക്കയും ഇസ്രായേലും ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ്. ഇനി അവരുടെ ഏറ്റവും വലിയ പരാജയം എന്താണ്? ഇവർ പറഞ്ഞ ഒരു കാര്യം യാഥാർത്ഥ്യമായി മാറി എന്നതാണ് ആ പരാജയം. അതായത് ഇറാൻ ഒരു കാലത്തും ലോകരാജ്യങ്ങൾക്ക് ഒരു ഭീഷണി ആയിരുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഇറാൻ ഒരു കാലത്തും പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ചരിത്രം മൊത്തം എടുത്ത് പരിശോധിക്കാം. ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇറാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇറാൻ ലോകരാജ്യങ്ങൾക്ക് മൊത്തം പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. സകല ലോകരാജ്യങ്ങളും ഇറാൻ്റെ കരുത്തിൻ്റെ മുമ്പിൽ പതറി നിൽക്കുകയാണ്. അവർ ഹോർമോസിൽ പിടിമുറുക്കിയപ്പോൾ ആ പിടിയൊന്ന് അയപ്പിക്കാനുള്ള കെൽപ്പ് ലോക പോലീസിനില്ല, ഇസ്രായേലിനില്ല. ഇസ്രായേലും അമേരിക്കയും എന്ത് ചെയ്താലും ശരി ഈ ലോകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇറാൻ ചെയ്തപ്പോൾ ലോകം മുഴുവൻ അതറിഞ്ഞു. നമ്മുടെ രാജ്യം അറിഞ്ഞു. നമുക്ക് LPG കിട്ടാനില്ല, ഇന്ധന ഷോർട്ടേജ്, ഇപ്പോൾ പെട്രോളിനും ഡീസലിനും വില കൂട്ടി തുടങ്ങി. ഓസ്ട്രേലിയയിലും യൂറോപ്പിലുമൊക്കെ പെട്രോളിനും ഡീസലിനുമൊക്കെ റേഷനിങ് ഏർപ്പെടുത്തി കഴിഞ്ഞു. അമേരിക്കയിൽ പെട്രോളിനും ഡീസലിനും വില കൂടുകയാണ്.
ലോകത്തെമ്പാടും ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചു. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹോർമോസ് തുറന്നു കിടക്കുകയായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹോർമോസ് തുറന്നു കിടക്കുകയായിരുന്നു. ഏത് കപ്പലിനും അതുവഴി പോകാമായിരുന്നു, വരാമായിരുന്നു. എന്നാൽ ഇവർ ഇറാനെ നിയന്ത്രിക്കാൻ പോയപ്പോൾ ഇപ്പോൾ ഇറാൻ ലോകത്തെ നിയന്ത്രിക്കുകയാണ്. ഹോർമോസിൽ ഇറാൻ പിടിച്ചിരിക്കുന്ന പിടിയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഏറ്റവും കനത്ത പരാജയം. കാരണം മുമ്പ് ഇറാൻ അവിടം തടസ്സപ്പെടുത്തിയിരുന്നില്ല. യുദ്ധത്തിന് മുമ്പ് അവരവിടം തടസ്സപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരവിടം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാനെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ലോകരാജ്യങ്ങൾ. ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 35 രാജ്യങ്ങൾ നയതന്ത്രപരമായിട്ട് അത് പരിഹരിക്കാനുള്ള വഴി തേടുകയാണ്. ഇറാനെ അടിച്ചു തോൽപ്പിക്കാൻ പറ്റില്ല, ഇറാനോട് മസിൽ പിടിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഈ ലോകരാജ്യങ്ങൾക്ക് ഈ പൊട്ടൻ ട്രംപും പൊട്ടൻ നെതന്യാഹുവും കൂടി ചേർന്ന് കാണിച്ചു കൊടുത്തു. ആയത്തുള്ള അലി ഖമനി എന്ന് പറയുന്ന വ്യക്തിയുടെ വില എന്താണെന്നുള്ളതും അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഇന്ന് ജീവനോടെ ഇരുന്നെങ്കിൽ ഇവർക്ക് വളരെ വലിയ ഗുണമുണ്ടാകുമായിരുന്നു. എന്നാൽ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ ലോകം മൊത്തമാണ്. അതുകൊണ്ട് ഈ 2 പൊട്ടന്മാരെ ലോകരാജ്യങ്ങൾ പിടികൂടി പ്രോസിക്യൂട്ട് ചെയ്യണം. ഏവന്മാരെ ഇനിയും ജീവിക്കാൻ പോലും അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന ലോക നേതാക്കൾ പാടില്ല എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് ലോകരാജ്യങ്ങൾ ഒത്തുചേർന്ന് ഈ 2 പേരെയും, ഈ ലോകത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ട ഈ 2 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യണം, അവരെ എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷേ അങ്ങനെ ഏത് ലോകരാജ്യം ചിന്തിക്കുന്നുണ്ട്? അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങാൻ മിക്കവാറും സാധ്യത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും ലോക പോലീസും മിഡിൽ ഈസ്റ്റിലെ പോലീസും ചേർന്ന് തുടങ്ങി വെച്ച കളി ഇപ്പോൾ ഇറാൻ്റെ കോർട്ടിൽ കിടക്കുകയാണ്. ഇറാൻ്റെ കൈകളിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ലോക പോലീസിനും പറ്റുന്നില്ല, മിഡിൽ ഈസ്റ്റിലെ പോലീസിനും പറ്റുന്നില്ല. എങ്ങനെ അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ 2 കൂട്ടരും. ട്രംപ് എങ്ങനെയെങ്കിലും കളി നിർത്തി കളം വിടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കളം വിട്ടാലും ശരി, പറഞ്ഞിരിക്കുകയാണ് ഹോർമോസിൽ അവർ നിയന്ത്രണം വിട്ടാലും വിട്ടില്ലെങ്കിലും ഡീലിൽ എത്തിയാലും എത്തില്ലെങ്കിലും ഞങ്ങൾക്ക് യുദ്ധം നിർത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തോറ്റപ്പിയിട്ട് ഇവിടെ നിന്നും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. താങ്ക് യു.